ഓരോ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും കേരളത്തിലെ വോട്ടർമാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, BJP കേരളത്തിൽ സീറ്റ് പിടിക്കുമോ? എത്ര സീറ്റ് പിടിക്കും? അവരത്രയൊന്നും വലിയ കയറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള പതിവ് പറച്ചിലുകളും ധാരാളം ഉണ്ടാകും. 2026 ജനങ്ങളുടെ ചോദ്യം ഒന്നുകൂടി കടുപ്പിക്കുന്നു, വളരെ പ്രസക്തവുമാണ്. അതായത് മുൻകാലങ്ങളിലെ പോലെ അല്ല BJPയുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ അതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. മറ്റു ചിലരുടെ അഭിപ്രായം, BJP പഴയതുപോലെ തന്നെ, വഞ്ചി തിരുനക്കരയിൽ തന്നെ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒന്നും നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. 2016 ഇവിടെ നേടിയ ഒരു സീറ്റ് വളർത്തിക്കൊണ്ടുവരാൻ പോലും, എന്തിനാ അത് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നും ചിലർ ആ പാർട്ടിയെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി പറയുന്നു, ഈ BJP വളരെ നിശബ്ദമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. ഈ വലിയ കൊട്ടും കുരവയും ആർപ്പുവിളിയും ഒന്നും കൊണ്ട് കാര്യമില്ല. കാരണം നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റാണ്. രാജീവ് ചന്ദ്രശേഖറിന് റിസൾട്ട് മതി. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. അത് രാജീവന്റെ വർക്കുമായിട്ട് ചിലപ്പോൾ ഒത്തുപോകാൻ കേരളത്തിലുള്ള ഈ BJPയുടെ നേതാക്കന്മാർക്കൊക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം രാജീവ് ചന്ദ്രശേഖർ വേറൊരു തലത്തിൽ നിൽക്കുന്ന, വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുഖമാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ കൺസെപ്റ്റ് തന്നെ മറ്റൊരു തരത്തിലാണ്, ഒരു വിഷനുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ CPM-ഉമായിട്ട് നോക്കുമ്പോഴേ, ഇപ്പോൾ ഫക്രുദ്ദീൻ അലി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LDF-ൽ നിന്ന് CPM-ല് ശിവൻകുട്ടി മത്സരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരം വളരെ ടൈറ്റായിരിക്കും. കാരണം ശിവൻകുട്ടിക്ക് അവിടെയുള്ള വേരോട്ടം എന്ന് പറയുന്നത് നമുക്കാർക്കും തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഓരോ വോട്ടർമാരുടെയും പേരെടുത്തു പറയാൻ തക്കവണ്ണം പരിചയമുള്ള മണ്ഡലമാണ് നേമം. ഓരോ വോട്ടർമാരുടെയും തോളിൽ കൈയിടാനുള്ള സൗഹൃദം പോലും ശിവൻകുട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ നേമം മണ്ഡലത്തോടെന്നല്ല, ഏത് മണ്ഡലത്തോടായാലും അദ്ദേഹത്തിന്റെ വിഷൻ മറ്റൊരു തരത്തിലായിരിക്കും. കാരണം അവിടുത്തെ ഡെവലപ്മെന്റ്സ് ആണ്, അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ആണ് രാജീവ് ചന്ദ്രശേഖറിലുള്ളത്. അപ്പോൾ ഈ ഇവിടെ ചിലർ കാണുന്നത് എപ്പോഴും മണ്ഡലത്തിൽ അവിടെ ഉണ്ടാകുക, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജനനമോ മരണമോ അങ്ങനെയുള്ള ഓരോ ചടങ്ങുകൾക്ക് MLA-യുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് മാത്രമാണ് പല വോട്ടർമാരും കരുതി വച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല, അതിനപ്പുറം മണ്ഡലത്തിന്റെ ചില വികസനങ്ങളാണ് പ്രധാനം എന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനം നമ്മളുടെ ഇവിടെ കേരളത്തിലെ മുൻകാലങ്ങളിലെ പലരിലും കാണാത്ത തരത്തിലുള്ള ഒരു വളരെ വിഷനോടുകൂടിയ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അതിന് തൊട്ടുമുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓരോ 5000 വാർഡുകള് ഒരു കാറ്റഗറി, അതുപോലെ തന്നെ കോൺഗ്രസ് പക്ഷത്ത് നിന്ന് ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കേണ്ട സീറ്റുകള്, ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടത് എങ്ങനെ? കാരണം ഇതൊക്കെ അവിടെ BJPക്ക് ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതായിരിക്കാം, വലിയ അന്തരം ഉണ്ടാകത്തില്ല. കോൺഗ്രസിന്റെ വോട്ടുകളിലായാലും അതുപോലെ
RSSന് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഏത് തരത്തില് പ്രവർത്തനം ശക്തിപ്പെടുത്തി ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള നിശബ്ദ പ്രവർത്തനമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ അത്തരത്തിലുള്ള ഒരു വിശകലനമാണ് ഫക്രുദ്ദീൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫക്രുദ്ദീൻ അലി തൃശ്ശൂരിൽ നടന്ന ഒരു BJPയുടെ ഒരു പരിപാടി, വികസിത തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അതില് ശ്രീ ഗോപാലകൃഷ്ണൻ ആയിരുന്നു. ഗോപാലകൃഷ്ണന്റെ ക്ഷണമനുസരിച്ചാണ് ഫക്രുദ്ദീൻ അവിടെ പങ്കെടുത്തത്. പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ വാർത്താമാധ്യമങ്ങളും ഫക്രുദ്ദീൻ അലിയെ ഒരു BJPക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു. ഫക്രുദ്ദീൻ അലി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് പലരും അങ്ങ് നടത്തിയത്. കാരണം ആർക്കും എന്നും പറയാമല്ലോ, എവിടെ വേണമെങ്കിലും ഏത് സ്ഥാനാർത്ഥിയെ വേണമെങ്കിലും നിർണയിക്കാനുള്ള അവകാശം വാർത്താമാധ്യമങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരു അഭിപ്രായം പറച്ചിലായിട്ട് മാത്രമേ ഫക്രുദ്ദീൻ അതിനെ കണ്ടിട്ടുള്ളൂ. ABC-യോട് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, മത്സരിക്കണമെന്നുണ്ടെങ്കിൽ 40 വയസ്സിന് മുമ്പ് മത്സരിക്കണം. കാരണം ഊർജ്ജസ്വലനായിരിക്കുന്നത് ആ വേളയിലാണ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ആ സമയത്താണ്. അല്ല, അതിനുശേഷമുള്ള കാര്യങ്ങളിൽ ഞാനില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന BJPയിലെ നേതാക്കന്മാരുണ്ട്. CPM-ലെ P. ജയരാജന് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ഞാൻ ചെല്ലും, ഇങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഒരു വികസിത രാഷ്ട്രീയമാണ്, ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് ഫക്രുദ്ദീൻ അലി കാണുന്നത്. അപ്പോൾ BJPയുടെ ഒരു വേദിയിൽ വന്നു എന്നതുകൊണ്ട് BJPക്കാരനായി ചിത്രീകരിക്കുക, ഉടനെ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കുക എന്നൊക്കെ പറയുന്നതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല. വികസിത തൃശ്ശൂർ എന്നുള്ളത് BJPയുടെ ചില പദ്ധതികളുടെ ഒരു പോക്കാണത്. ചില പദ്ധതികളാണ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതായത് തൃശ്ശൂരിന്റെ വികസനം, തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ BJP നോട്ടമിട്ടിരിക്കുന്ന കോർപ്പറേഷനുകളാണ്, പിടിച്ചെടുക്കണം. തൃശ്ശൂരിൽ ഒരുപക്ഷെ വളരെ ഒരു തൂക്ക് കോർപ്പറേഷനിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ടെന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്. കാരണം അത് വളരെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്. സുരേഷ് ഗോപിക്കാണ് അവിടെ അതിൻ്റെ മുഴുവൻ ചാർജും കൊടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ചില പ്രത്യേക നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്കല, കഴക്കൂട്ടം ഇവിടെയൊക്കെ വി മുരളീധരന് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തിരുവല്ല അനൂപ് ആന്റണിക്ക്, തിരുവല്ലയിലായിരിക്കും അനൂപ് ആന്റണി നിയമസഭയിൽ മത്സരിക്കാൻ പോകുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ എങ്ങനെ പിടിച്ചെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ അതിശക്തമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ നിശബ്ദമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഈ CPM-ന്റെ ഒരു രീതിയല്ല. CPM രാജീവ് എപ്പോഴും റിസൾട്ട് നോക്കുന്നു എന്നാണ് പറയുന്നത്. CPM പക്ഷേ അങ്ങനെയല്ല. തോൽവി ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും ഏത് വോട്ട് എങ്ങോട്ടേക്ക് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കും പോകും എന്നുള്ളതാണ്. അവർ ആ തരത്തിലേക്ക് അവരുടെ ചിന്ത പോകും. ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് റിസൾട്ടിൽ മാത്രമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിശബ്ദ പ്രവർത്തനത്തിലേക്ക് പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി പറയുന്നത്. അതുപോലെ BJP അപ്രസക്തമാകുന്നു എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ BJP ഒരിക്കലും കേരളത്തിൽ അപ്രസക്തമാകുന്നില്ല. BJP കേരളത്തിൽ ശക്തി പ്രാപിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിശബ്ദമായി പ്രവർത്തനം നടത്തുന്ന വേറൊരു പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗ്. നിശബ്ദതയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്. അപ്പോൾ ഈ കൊട്ടും കുരവയും ആർപ്പുവിളിയും കൊണ്ടൊന്നും തന്നെ നേടാൻ കഴിയത്തില്ല. നിശബ്ദമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും ചിലപ്പോൾ അത് വലിയ വിജയത്തിലേക്ക് എത്തുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതുകൊണ്ട് താൻ ഒരിക്കലും
BJP-ക്കാരനല്ല എന്നും ഫക്രുദ്ദീൻ പറയുന്നുണ്ട്. താന് ഒരു വികസന രാഷ്ട്രീയം, ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് കാണുന്ന ആളായിട്ടാണ്, ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ലേബലിൽ നിൽക്കാൻ അല്ല എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.